അപ്പോൾ ഇതാ നമ്മുടെ പ്ലാന്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരത്തു നിന്ന് എത്തിയ ഒരു കസ്റ്റമറാണ്. അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം. സാറിൻ്റെ വീട് എവിടെയാണ്? ആറന്മുളയിൽ നിന്ന് ഞാനൊരു 45 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അവിടുന്ന് ഇത്ര ദൂരം വന്നത് ഇവിടുത്തെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. ഞാൻ പലയിടത്തും പോയി പ്ലാന്റ് ഒക്കെ വാങ്ങാറുണ്ട്. ഇവിടെ വന്ന് എനിക്ക് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, എൻ്റെ കൂടെ വേറെ കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ഇവിടുന്ന് ചേച്ചി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്ലാന്റിന് എന്തെങ്കിലും ഒരു ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടല്ലയൊക്കെ ഉണ്ടെങ്കിലോ പറയും അത് കൊണ്ടുപോകണ്ട എന്ന് പറയും. അതെനിക്ക് ഇവിടെ കണ്ട ഏറ്റവും ഒരു ക്വാളിറ്റി ഉള്ളൊരു കാര്യം. കാരണം നമ്മൾ വേറെ ഏതൊരു ഗാർഡനിൽ ചെന്നാലും അവരെങ്ങനെങ്കിലും അത് പിടിച്ചേൽപ്പിച്ച് വിടാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പം നമ്മുടെ കസ്റ്റമറിന് ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി ഞാനിവിടെ കണ്ടു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ഞാൻ പലയിടത്ത് പോയി പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കണ്ടപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പ്രൈസും കുറവാണ്. എനിക്ക് വളരെ ക്വാളിറ്റിയും ഫീൽ ചെയ്തു ഇവിടെ. അതേപോലെ ഞാൻ യെല്ലോ ഫെലനോപ്സിസ് ഞാൻ ഇന്നാണ് അതിന് മണം ഉണ്ടെന്ന് അറിയുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം പറയുമ്പോൾ സാറ് പറഞ്ഞു, സാറ് ടിപ്പ് പറഞ്ഞു. അപ്പോൾ അതെല്ലാവർക്കും പ്രയോജനമാകുമെങ്കിൽ സാർ ആ ടിപ്പ് എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ചെടികളിൽ പ്രത്യേകിച്ച് ഡെൻഡ്രോബിയം ആണെങ്കിലും ഫെലനോപ്സിസ് ആണെങ്കിലും അതിൽ ഈ കീടങ്ങൾ വന്നിട്ട് രാത്രി കാലങ്ങളിൽ വന്നിട്ട് ഇതുപോലെ അതിന് നീരൂറ്റി കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. മുട്ട ആണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ എന്തുവാണ് അതിന് നമ്മൾ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഫ്ലവറിനും അതുപോലെ തന്നെ ആ പ്ലാന്റിനും ഡാമേജ് ആകുന്ന ഒരു കാര്യമാണ്. അതിന് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചെറിയ പോട്ടുകളുണ്ട്, നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള ചെറിയ പോട്ട്, ഇതിൽ ഈ പ്ലാന്റിൻ്റെ ഈ ഭാഗത്തായിട്ട് കെട്ടി വെച്ചിട്ട് അതിൽ നമ്മൾ ഈ പാറ്റാഗുളിയ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കീടങ്ങൾ വന്ന് ആക്രമിക്കുന്നതിനെ തടയാനായിട്ട് എനിക്ക് ഫലപ്രദമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അത് വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ്. അതിപ്പോൾ പലർക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചാണ് ഞാനിത് പറയുന്നത്. പച്ചക്കറിയൊക്കെ പാവാൻ പോട്ടറേ ഉണ്ടല്ലോ, ആ പോട്ടിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് സാറ് പോട്ടെന്ന് ഉദ്ദേശിച്ചത് അല്ലേ? അതെ, ഇല്ലെങ്കിൽ വെറുതെ പാറ്റാഗുളിയിൽ ഒരു ഹോൾ വല്ലതും ഇട്ടിട്ടോ അല്ലെ പാറ്റാഗുളിയിൽ ഒരു നൂല് കെട്ടിയിട്ടാണെങ്കിൽ ഇവിടെ വരത്തക്കവണ്ണം ചെയ്താൽ മതി. അപ്പൊ അതിന്റെ സ്മെല്ല് കാരണം കീടങ്ങൾ ആക്രമിക്കുന്നത് കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെസ്റ്റിസൈഡ് അടിച്ച് നമ്മുടെ പൂവുകളും ചെടിയും ഡാമേജ് ആകാതെ ഇരിക്കും. അങ്ങനെ ഒരു പ്രയോജനം. നല്ലൊരു ഐഡിയ അത് കേട്ടോ. ഞാൻ കണ്ടു സാറിന്റെ ഫ്ലവറൊക്കെ കണ്ടു, നല്ല അടിപൊളിയായിട്ട് ഇതിപ്പുണ്ട്. നല്ല ഗാർഡനിങ് ആണ് സാറിൻ്റെ അത്. അപ്പം നമുക്കിങ്ങനെ ആളുകൾ വരുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം അറിയാൻ മേലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരുപാട് ചെടികൾ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പം ഞാൻ ഓരോരുത്തരോടും ചോദിക്കും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പം ഇത്രയും ദൂരെ നിന്ന് നമ്മുടെ ഈ പ്ലാന്റ് അരാത്രയ്ക്ക് വേണ്ടി വന്നേ കേട്ടോ. ഇപ്പം അരാത്ര കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പം ഇപ്പോൾ അരാത്ര ഇന്നലെ വന്നു എന്നറിഞ്ഞപ്പം രാവിലെ തന്നെ സാർ ഇവിടെ പ്ലാന്റ് വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് സന്തോഷമുണ്ട്. ഇത്രയും ദൂരെ നിന്നൊക്കെ നമ്മളെ തിരക്കി ചെടികൾ വാങ്ങിക്കാൻ വരുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇനി ഇന്ന് 1-2 ദിവസത്തേക്ക് ഇനിയും പ്ലാന്റ് കുറവായിരിക്കും. കാരണം നമ്മുടെ സ്റ്റോക്ക് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടേ നമുക്ക് പ്ലാന്റ് വരത്തുള്ളൂ. പിന്നെ അരാന്ത്രയുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അരാന്ത്രയും ഫെലനോപ്സിസും കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. എങ്കിലും ഒരുപാട് തിരക്കി വരുന്നവർക്കാണെങ്കിൽ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇനി നമ്മുടെ അടുത്ത സെയിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ കൊറിയറും ഇനിയും ചൊവ്വാഴ്ച കഴിഞ്ഞ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ.